الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلنا إليك الكتاب بالحق لتحكم بين الناس بما أراك الله ولا تكن للخائنين خصيما واستغفر الله إن الله كان غفورا رحيما. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ദീനാണ് വിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ അനുയായികളായ നാം ഓരോരുത്തരും ഇസ്ലാമിനെ കുറിച്ച് ശരിയായി പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. ഇന്ന് മുസ്ലിമീങ്ങളുടെ ഇടയിലും മനുഷ്യരുടെ ഇടയിലും വ്യാപിച്ചു പോയിരിക്കുന്ന വളരെ ഗുരുതരമായ ഒരു ആത്മീയ രോഗമുണ്ട്. താൻ പോരിമ എന്ന് പറയും. തന്റെ വീക്ഷണങ്ങൾ, താൻ എത്തിയ ചിന്താഗതികളും നിഗമനങ്ങളും അത് മാത്രമാണ് ശരി. ലോകത്ത് മനുഷ്യരിൽ നിന്ന് യുക്തിവാദികൾ, സ്വതന്ത്ര ചിന്താഗതിക്കാർ, ഇസ്ലാം അല്ലാത്ത മറ്റു മതവിശ്വാസികൾ, ഇവരൊക്കെ തന്നെയും എത്തിയിരിക്കുന്ന ഒരു വാദവും നിഗമനവും, ഞങ്ങളുടെ വീക്ഷണങ്ങൾ, ഞങ്ങളുടെ ചിന്താധാരകൾ വളരെ ശരിയാണ്, കൃത്യമാണ്. അതിനെ അവര് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി അവർ വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെയുള്ളവർ ദീനിന്റെ ആൾക്കാർ എന്ന് അവകാശപ്പെടുന്നവരുടെ ഹൃദയത്തിൽ വരെയും കടന്നുകൂടിയിരിക്കുന്ന ഒരു ആത്മീയ രോഗമാണ് താൻ പോരിമ. അല്ലാഹുവിന്റെ പ്രവാചകൻ അതിനെ പരിചയപ്പെടുത്തിയത് ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി എന്നാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞത് ഇത് ആരുടെയെങ്കിലും ഒരു വിജയത്തിന്റെ അടയാളമല്ല. സലാസുൻ മുഹ്ലികാത്തുൻ, മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിച്ച് നാമാവിശേഷമാക്കും. ഒന്നാമതായി പ്രവാചകൻ പറഞ്ഞത് ശുഹ്ഉൻ മുതാഉൻ, വല്ലാത്ത ലുത്തും പിശുക്കും. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞത് വഹവൻ മുത്തബഉൻ, പിൻപറ്റപ്പെടുന്ന സ്വാർത്ഥതകളും താല്പര്യങ്ങളും ഇച്ഛകളും.
മൂന്നാമത് പ്രവാചകൻ പറഞ്ഞത് ഇഅജാബുൽ മർഇ ബിനഫ്സിഹി, ഒരു മനുഷ്യൻ താൻ പോരിമയെ ഏറ്റവും ഉയർന്നതായി കാണുന്നു, തന്റെ അഭിപ്രായമാണ് ശരിയാണ് എന്ന നിഗമനത്തിലെത്തുന്നു. ഇതിലൂടെ അയാൾ വിജയിക്കുകയല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് അയാൾ പരാജയപ്പെടുകയും നാശത്തിന്റെ അഗാധമായ ഗർത്തത്തിൽ അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ലൗലം തുദ്നിബു കഫാ ബിക അൻ യകൂന ഫീക ഇഅജാബൽ മർഇ ബിനഫ്സിക. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ കള്ളുകുടിക്കണ്ട, നീ വ്യഭിചരിക്കണ്ട, നീ കൈക്കൂലിയൊന്നും കൊടുക്കണ്ട, കൈക്കൂലിയുമായി ബന്ധപ്പെടണ്ട. ഇതൊക്കെ വലിയ വലിയ പാപങ്ങളാണ്. ഈ പാപങ്ങൾ നീ പ്രവർത്തിച്ചില്ല എങ്കിലും നിന്റെ ഹൃദയത്തിൽ നീ എത്തിയ ചിന്താധാരയും വീക്ഷണവും ശരിയാണ് എന്ന ഒരവസ്ഥയിലേക്ക് നീ തരം താഴ്ന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് തന്നെ നീ ഏറ്റവും വലിയ പാപിയാകാൻ മതിയായതാണ്. മനുഷ്യൻ അറിയുന്നില്ല അവൻ പാപിയാണോ നന്മയുടെ പ്രതീകമാണോ എന്ന്. തന്റെ വീക്ഷണങ്ങൾ ശരിയാണ് എന്ന നിഗമനത്തിലെത്തുന്നവരൊക്കെ ഗുരുതരമായ പ്രത്യാഘാതത്തിലാണ്. അതുകൊണ്ട് ഇമാം ശാഫിഈ അലൈഹി റഹ്മ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വിഷയത്തിൽ അവഗാഹമുള്ള പണ്ഡിതൻ, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അദ്ദേഹം ഇസ്തിൻബാത്ത് ചെയ്ത് വീക്ഷണങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കണ്ടെത്തിയ ഈ വീക്ഷണം ശരിയാണ്, പക്ഷേ ഞാൻ കണ്ടെത്തിയ ഈ വീക്ഷണത്തിൽ തെറ്റിന് സാധ്യതയുണ്ട്. ഞാനല്ലാത്തവരുടെ വീക്ഷണങ്ങൾ തെറ്റായേക്കാം, അത് ശരിയാകാനും സാധ്യതയുണ്ട്. ഇതാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വീക്ഷണങ്ങൾ കണ്ടെത്തിയ പണ്ഡിതന്മാർ വരെയും പറയുന്നത് എങ്കിൽ നാം എത്തിയ വീക്ഷണങ്ങളെല്ലാം ശരിയാണ്, അത് മാത്രമേ ശരിയുള്ളൂ എന്ന ചിന്താധാര എത്ര വലിയ അബദ്ധജഡിതമായ ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും ഉണ്ടാകുന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇന്നമാ കാന മിന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസീബൻ. തീർച്ചയായും അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും ചിന്താധാരകളും അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്നാണെങ്കിൽ കൃത്യമായിരിക്കും, ശരിയായിരിക്കും. എന്നിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അന്നഹു യുരീഹുല്ലാഹ്, കാരണം അല്ലാഹുവിന്റെ പ്രവാചകന് അല്ലാഹുവാണ് നിർദ്ദേശം നൽകുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് എന്തെങ്കിലും പാകപ്പിഴവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ കൃത്യമായ വഴിയിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹുവിന് കഴിയും. അല്ലാഹു സന്ദേശം അറിയിക്കും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലും ധാരാളം വിഷയങ്ങളിൽ പ്രവാചകൻ എടുത്ത കാര്യങ്ങള് തെറ്റായി ഭവിച്ചു. ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ മാർഗരേഖ അറിയിച്ചു കൊടുക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലത്തിൽ ഒരു സഹാബിയുടെ പടയങ്കിയെ ഒരാൾ മോഷ്ടിച്ചു. തുഅമ എന്നാണ് ആ മോഷ്ടാവിന്റെ പേര്. അദ്ദേഹം മുസ്ലിമായിരുന്നു. മദീനയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഖത്താദ റളിയല്ലാഹു അൻഹു അതീവമായി സ്നേഹിച്ചിരുന്ന ഒരു പടയങ്കി ഉണ്ടായിരുന്നു. അതാരും മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടി സഞ്ചിയിൽ അദ്ദേഹം ഗോതമ്പ് മാവിന്റെ ഇടയിലാണ് സൂക്ഷിച്ചിരുന്നത്. ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഈ മാവിന്റെ പൊടി വീഴുന്നത് കണ്ടുകൊണ്ട് അയാളുടെ വീട്ടിൽ എത്തിപ്പെടാമല്ലോ എന്ന ചിന്തയോടുകൂടി. അങ്ങനെ എന്താണെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് ഈ സഹാബി അതീവമായി സ്നേഹിച്ച് അതീവമായി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ പടയങ്കിയെ കുറിച്ച് തുഅമത്ത് ബിൻ ഉബരീഖ് എന്ന് പറയുന്നയാൾക്ക് വെളിപ്പെട്ടു. അദ്ദേഹം രാത്രിയിൽ മോഷണം നടത്തി. അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. പകല് രാവിലെ നോക്കിയപ്പോ മാവ് വഴിയിൽ കിടക്കുകയാണ്. എന്റെ കള്ളി വെളിച്ചത്താകുമെന്ന ചിന്ത കൊണ്ട് ഈ തുഴമ പടയങ്കിയുമായി നേരെ അയൽവാസിയായ യഹൂദിയുടെ വീട്ടിൽ ചെന്നു. അത് സൂക്ഷിക്കാൻ വേണ്ടി അയാളുടെ കയ്യിൽ കൊടുത്തു. മോഷ്ടിച്ചതാണ് എന്ന വിവരം അദ്ദേഹത്തെ അറിയിച്ചില്ല. എന്താണ് എങ്കിലും മോഷണ വിവരം നാടാകെ പരന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബിമാരെ അന്വേഷിക്കാൻ വേണ്ടി അയച്ചു. തുഴമയാണ് കുറ്റകൃത്യം ചെയ്തത് എന്ന് ബോധ്യപ്പെട്ടു.
തുഴമ പറഞ്ഞു, ഞാനല്ല കുറ്റകൃത്യം ചെയ്ത, യഹൂദിയാണ്. അങ്ങനെ യഹൂദിയുടെ വീട്ടിൽ ചെന്നപ്പോ പടയങ്കി യഹൂദിയുടെ വീട്ടിൽ നിന്ന് കിട്ടി. യഹൂദി പറഞ്ഞു, ഒരിക്കലും ഞാനിത് മോഷ്ടിച്ചതല്ല, തുഴമ എന്ന് പറയുന്ന എന്റെ അയൽവാസി എന്റെ അടുക്കൽ സൂക്ഷിക്കാൻ വേണ്ടി നൽകിയതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുഴമയുടെയും യഹൂദിയുടെയും വാദഗതിയിൽ അങ്ങേയറ്റം കൺഫ്യൂഷനായി. എന്താ തീരുമാനം എടുക്കേണ്ടത്? ഇതിന്റെ ഇടയിൽ തുഴമയുടെ കുടുംബക്കാര് രാത്രി ഗൂഢാലോചന നടത്തി. പിറ്റേന്ന് രാവിലെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സവിധത്തിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, തുഴമ ഒരു മുസ്ലിമാണ്, ആ മുസ്ലിമിന് വേണ്ടിയാണ് നിങ്ങൾ നിലയുറപ്പിക്കേണ്ടുന്നത്. യഹൂദിക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ നിലയുറപ്പിക്കരുത്. അവർ കള്ളന്മാരാണ്, വഞ്ചകന്മാരാണ്, ചതിയന്മാരാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് കൃത്യത ബോധ്യപ്പെടാത്തത് കൊണ്ട് തുഴമയുടെ ആൾക്കാര് സ്വാധീനിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അതിൽ വശംവദനായിക്കൊണ്ട് യഹൂദിയെ കള്ളനായി പ്രഖ്യാപിക്കുകയും അദ്ദേഹം ചെയ്ത ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷാ നടപടിയായി കൈമുറിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകന് നിർദ്ദേശം നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാകല്ലാഹ് വലാ തകുൻ ലിൽ ഖാഇദീന ഖസീമാ വസ്തഗ്ഫിരില്ലാഹ് ഇന്നല്ലാഹ കാന ഗഫൂറൻ റഹീമാ ولا تجادل عن الذين يختانون أنفسهم إن الله لا يحب خوانا أثيما يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما تعملون محيطا. സൂറത്ത് നിസാഇന്റെ 105 മുതൽ 112 വരെയുള്ള ആയത്ത്, 7 ആയത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചു. എന്തിനു വേണ്ടി? ഒരു മുസ്ലിമിന് വേണ്ടിയല്ല, ഒരു യഹൂദിക്ക് വേണ്ടിയാണ്. മുസ്ലിമിന്റെ ഭാഗത്ത് ന്യായമല്ല, യഹൂദിയുടെ ഭാഗത്താ ന്യായം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകന് കൃത്യമായി ഗൈഡ് നൽകുകയാണ്, നിർദ്ദേശം നൽകുകയാണ്. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, തീർച്ചയായും നിങ്ങളിലേക്ക് സത്യസന്ധമായ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാകല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശപ്രകാരം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വിധി തീർപ്പ് നടത്താനാണ്. വലാ തകുൽ ലിൽ ഖാഇദീന ഖസീമാ, അതുകൊണ്ട് ഒരിക്കലും ചതിയന്മാർക്കും വഞ്ചകന്മാർക്കും നിങ്ങൾ വാദിക്കുന്നയാളാകരുത്. വസ്തഗ്ഫിരില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടണം. ഇന്നല്ലാഹ കാന ഗഫൂറൻ റഹീമാ, അല്ലാഹു വളരെ കാര്യങ്ങൾ പൊറുക്കുന്നവനും വളരെ കൂടുതൽ കരുണ ചെയ്യുന്നവനുമാണ്. വലാ തുജാദിൽ അനിൽ ലദീന യഖ്താനൂന അൻഫുസഹും, നിങ്ങൾ ഒരിക്കലും സ്വന്തം ശരീരങ്ങളെ വഞ്ചിച്ച് അധാർമികയായി ജീവിക്കുന്ന മനുഷ്യന് വേണ്ടി തർക്കിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവാനൻ അസീമാ, അല്ലാഹു അധർമ്മകാരിയായ വഞ്ചകന്മാരെ ഇഷ്ടപ്പെടില്ല. യസ്തഖ്ഫൂന മിനൻ നാസ്, ജനങ്ങളൊന്നും അറിയാതെ തുഴമയുടെ കുടുംബക്കാര് രാത്രിയിൽ ഗൂഢാലോചന നടത്തി. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, എന്നാൽ അല്ലാഹുവിൽ നിന്ന് അവർക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർളാ മിനൽ ഖൗൽ, അല്ലാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അവർ കൂടിയാലോചിച്ച സന്ദർഭത്തിൽ അല്ലാഹ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്നല്ലാഹ കാന ബിമാ യഅമലൂന മുഹീതാ,
അള്ളാഹു അവരെ പ്രവർത്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും സവിസ്തരം അറിയുന്നവനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ യഹൂദിയെ കുറ്റമുക്തനാക്കി, തുഅമയെ കുറ്റക്കാരനായി പ്രഖ്യാപിച്ചു. തുഅമ അറിഞ്ഞുകൊണ്ട് മദീനയിൽ നിന്ന് രാജ്യം വിട്ടു, മക്കയിൽ പോയി ഇസ്ലാം ഉപേക്ഷിച്ച് കാഫിറായി ജീവിച്ചു. അവിടെയും പോയി അദ്ദേഹം മോഷണം ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിടിക്കപ്പെടുമെന്നായപ്പോൾ യാത്രാ സംഘത്തിന്റെ അടുക്കൽ പോയി അവിടെ വെച്ച് കാഫിറായി അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീക്ഷണങ്ങൾ എന്തെങ്കിലും പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഇടപെട്ട് അതിനെ ശരിപ്പെടുത്തും. മറൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലിഅന്നഹു യുരീഹുല്ലാഹ്, കാരണം പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഡയറക്ഷൻ നൽകും. എന്തെങ്കിലും തെറ്റോ പിഴവോ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ശരിപ്പെടുത്തും. എന്നിട്ട് മറൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, വഇന്നാ കുന്നാ മിന്നാ അള്ളന്നു വത്തദബ്ബുർ, എന്നാൽ നമ്മുടെ വീക്ഷണങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ കേവലം ഊഹങ്ങളും കേവലം ചിന്താധാരകളുമാണ്. ശരിയാകാനും തെറ്റാകാനും സാധ്യത. അതുകൊണ്ട് കണിശമായി എന്റെ വീക്ഷണം, എന്റെ അഭിപ്രായം ശരിയാണ് എന്നതിൽ കടിച്ചു തൂങ്ങൽ അയാളുടെ ദീനെ തന്നെ നശിപ്പിക്കലാണ്. മറൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയുണ്ടായി, ഇന്ന അസ്ഹാബർ റഅയ അദാഉ സുനൻ, ഇങ്ങനെ സ്വന്തം വീക്ഷണങ്ങളിൽ കടിച്ചു തൂങ്ങി അതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ സുന്നത്തിന്റെ വിരോധികളായിരിക്കും, അവരെ ഹദീസിന്റെ ശത്രുക്കളായിരിക്കും എന്ന് മാത്രമല്ല, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരുടെ 3 ദുർഗുണങ്ങൾ ശേഷം വിവരിക്കുകയാണ്. അവരെ ഹദീസുകൾ, ദീനിന്റെ കാര്യങ്ങൾ മനനം ചെയ്യുന്നതിൽ നിന്ന് അശ്രദ്ധന്മാരായിരിക്കും. കാരണം അവരുടെ സ്വാർത്ഥതകൾക്ക് എതിരായിരിക്കും ഹദീസും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതവും. അതുകൊണ്ട് മറച്ചു പഠിക്കാൻ വേണ്ടി അത് ശരിയായി അവർ പഠിക്കൂല. രണ്ടാമത് അവരുടെ ദുർഗുണമായ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, അവരഥവാ എവിടെയെങ്കിലും ഇരുന്ന് കേട്ട് മനനം ചെയ്തു കഴിഞ്ഞാലും അത് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയില്ല. കാരണം ഹൃദയത്തിൽ നിന്ന് അവരുടെ വീക്ഷണങ്ങളും അവരുടെ സ്വാർത്ഥതകളും തെകിട്ട് വരും, ഹദീസ് മറന്നു. മൂന്നാമത് അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയുന്നതിൽ നിന്ന് ലജ്ജ കാണിക്കും. കാരണം ജനങ്ങളൊക്കെ എന്നെ അംഗീകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്റെ വീക്ഷണങ്ങൾക്ക് ഒപ്പിച്ച് ഞാൻ പറയാതിരുന്നാൽ എങ്ങനെയാ ശരിയാകുന്നത്? ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നതാണ് അതിന്റെ തീരുമാനം എന്ന് പറയുകയും. എന്നിട്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുഴുവൻ മുസ്ലിമീങ്ങളെയും വിളിച്ചുകൊണ്ട് ഉദ്ബോധനം നടത്തുകയാണ്, ഇയ്യാകും, നിങ്ങൾ അങ്ങനെയുള്ള കൂട്ടരാകരുത്, വഇയ്യാഹും, അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിർദ്ദേശം നൽകുകയാണ്. അതുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ വീക്ഷണങ്ങൾ, നമ്മുടെ ചിന്താധാരകൾ പൂർണ്ണമായി ശരിയാണ് എന്ന നിഗമനത്തിലെത്തൽ ഇത് അബദ്ധ ജടിലമായ വാദഗതിയാണ്. ഇതിലൂടെ താൻ അറിയാതെ ഇസ്ലാമിൽ നിന്ന് തരം താഴ്ന്നു പോകും. ഈ വീക്ഷണങ്ങൾ സ്ഥിരപ്പെടുത്താൻ വേണ്ടി വേദികൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രഭാഷണം നടത്തും. ആ പ്രഭാഷണത്തിലെല്ലാം പറയുന്നത് തന്റെ വീക്ഷണങ്ങളായിരിക്കും. ആ വീക്ഷണങ്ങൾക്ക് ഖുർആനുമായോ ഹദീസുമായോ സീറത്തുമായോ കുലബന്ധമുണ്ടായിരിക്കും. അതുകൊണ്ട് പ്രവാചകന്റെ സഹാബിമാര് ദീൻ കാര്യങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവരെ കൃത്യമായി വീക്ഷിക്കുമായിരുന്നു. ഒന്നുകിൽ അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ